എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്റ്റേറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിഫ്റ്റി നമുക്കിവിടെ കണ്ടറിയാം. നിഫ്റ്റി ഓപ്പണിങ്ങിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ് വന്ന് നേരെ കുറച്ച് മുകളിലോട്ട് പോയി. അതിനുശേഷം ഡൗണിലോട്ട് വരുമായിരുന്നു ചെയ്ത്. ഡൗണിലോട്ട് വന്നിട്ട് ലാസ്റ്റിൽ ഫ്ലാറ്റായിട്ട് തന്നെ ക്ലോസ് ആയി. ഇടയ്ക്കൊരു ഇവിടെ നോക്കിയറിയാം സപ്പോർട്ട് S2 വന്ന് സപ്പോർട്ട് എടുത്തു, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തു, നല്ല രീതിയിൽ കയറിപ്പോയെങ്കിലും ഏകദേശം ഇന്നലത്തെ ക്ലോസിങ്ങിൻ്റെ അടുത്താണ്. 0.04 മൈനസ് ആണ്. അതായത് ഫ്ലാറ്റായിട്ടുള്ള മാർക്കറ്റ് മൂവ്മെൻ്റ് ആണ്. ഇപ്പം ഈ ഒരു ഹൈ അടിച്ചതിന് ശേഷം ഇവിടുത്തെ മൂവ്മെൻറ്റൊക്കെ വലിയ മൂവ്മെൻറ്റ് മാർക്കറ്റിൽ കൊടുക്കുന്നില്ല. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതുപോലൊരു 2-3 ദിവസമൊക്കെ നിൽക്കുവാണെങ്കിൽ ഈ ലെവലുകൾ മാറും. നിഫ്റ്റി വന്നിട്ട് ഒരു 25,000 ഏതെങ്കിലും ഒരു നല്ലൊരു ന്യൂസിൽ കയറിപ്പോകാനൊരു ചാൻസ് കാണിക്കും. അങ്ങനെ കയറി വന്നാൽ അവിടുന്ന് സെല്ലിങ് ഒരു 25,000, 25,200 ഇപ്പോഴത്തെ ഒരു രീതിയിലാണെങ്കിൽ ആ റേഞ്ചിലോട്ട് സെല്ലിങ് വരാനാണ് ചാൻസ് കൂടുതൽ. പിന്നെ ഡേ ചാർട്ട് നോക്കുമ്പം നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാം ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഇവിടെ ഫോം ആകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഞാൻ വരച്ച് കാണിക്കാം. നേരത്തെ ഞാൻ ഗ്രൂപ്പിൽ അത് ചെയ്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ വരുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നോക്കാം. ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഈ റേഞ്ചിൽ നിന്ന് ഒരു മിനിറ്റ് ഓക്കെ. ഏകദേശം ഈ റേഞ്ചിൽ നിന്ന് ഇങ്ങനെ വരും. പക്ഷേങ്കിൽ ഇത് ബ്രേക്ക് ആയാൽ ചിലപ്പോൾ ഹെവി ഫോൾ വരും. 24,000 ബ്രേക്ക് ആയെങ്കിൽ ചിലപ്പോൾ ഒരു ഹെവി ഫോൾ വരാനാണ് ചാൻസ് കൂടുതൽ. പിന്നെ ഇവിടെ ഒരു കൺസോളിഡേഷൻ നടന്നാൽ ചിലപ്പോൾ ഇതുപോലെ ഒരു വീക്ക് അടിക്കുന്ന പോലെ ഒരു ഹെവി ഒരു മൂവ്മെൻറ്റ് അപ്പിലോട്ട് വന്നിട്ട് പിന്നായിരിക്കാം ചിലപ്പോൾ വീഴുന്നത്. എന്തായാലും സൂക്ഷിച്ച് വേണം ട്രേഡിങ് ചെയ്യാൻ വേണ്ടി. എന്തായാലും ഇതൊരു സെല്ലിംഗ് പ്രഷറുള്ള ഏരിയ. ഞാൻ 3-4 ദിവസമായിട്ട് പറയുന്നുണ്ട്. ഈ ഒരു ഏരിയ സെല്ലിംഗ് പ്രഷറുള്ള ഏരിയ 24,700, 25,000 റേഞ്ചിലോട്ട് വരുമ്പോൾ സെല്ലിങ്ങിന് ചാൻസ് കൂടുതൽ. അപ്പോൾ ആ റേഞ്ച് ശ്രദ്ധിക്കുക. അതുപോലെ ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും ബാങ്ക് നിഫ്റ്റി ഇന്ന് ഇച്ചിരി പ്ലസ്സിലാണ്. ബാങ്ക് നിഫ്റ്റിയുടെ നമ്മൾ പറഞ്ഞ ഒരു ലെവൽ ഇതായിരുന്നു. അതിന് മുകളിൽ കണ്ടിന്യൂസ് ഇപ്പോൾ 3-4 ദിവസമായിട്ട് നിൽക്കുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഹെവി മൂവ്മെൻറ്റ് വന്നാൽ നിഫ്റ്റി ചിലപ്പോൾ 25,000 റേഞ്ചിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേങ്കിൽ ആ റേഞ്ചിലൊക്കെ പോയാൽ ഉറപ്പായിട്ടും സെല്ലിങ് വരും മാർക്കറ്റിൽ ഇപ്പോഴത്തെ കണ്ടീഷന്. ഇതിൻ്റെ 5 മിനിറ്റ്സ് ചാർട്ട് നോക്കുവാണെങ്കിൽ ഇന്ന് പ്ലസ്സിലായിരുന്നു. പ്രീവിയസ് ഡേ ലോയിൽ സപ്പോർട്ട് എടുത്തു 2 പ്രാവശ്യം ടച്ച് ചെയ്തതിന് ശേഷം തിരിച്ച് കയറി. അപ്പോൾ ഇവിടുന്ന് 53,300, 53,600 ഒരു 300 പോയിൻ്റ് ഏകദേശം 0.5% മൂവ്മെൻറ്റ് തരുന്നുണ്ട്. ഇവിടുത്തെ ഈ ഒരു ലെവൽ ബ്രേക്ക് ആയാൽ ചിലപ്പം നേരെ പോയി ഈ 54,000 മുകളിലോട്ട് ചിലപ്പോൾ പോയി ടച്ച് ആവും. അങ്ങനെ നിഫ്റ്റി ചിലപ്പോൾ 25 റേഞ്ചിലോട്ടൊക്കെ കയറി വരാം. അപ്പം നോക്കുക. പിന്നെ അതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളെടുത്തിരുന്ന നമ്മൾ കഴിഞ്ഞ ദിവസം ഇതാണ് കഴിഞ്ഞ ദിവസം നമ്മളെടുത്തിരുന്ന ഷെയറുകൾ. ഇതിനകത്ത് ആദ്യത്തെ ഓർബിറ്റ് എക്സ്പോർട്ട്, ബിർളാമണി, ലംബോദര, ITI, പിന്നെ TTL, സർല പോളി, ഇതിനകത്തെല്ലാം നല്ല അടിപൊളി ചാൻസ് ആയിരുന്നു.
BSEക്കകത്താണെങ്കിൽ ഈ ആവറേജ് നോക്കി ചെയ്യുവാണെങ്കിൽ നല്ല സൂപ്പർ ചാൻസ്. ഇവിടെ നോക്കിയാൽ BSEയുടെ ആവറേജ് 5483. നമുക്ക് ചാർട്ടിലത് കാണാം. BSE വന്നിട്ട് 54553 സംതിങ് എങ്ങാണ്ട് വന്നു. അതിന് ശേഷം 5483 ഇവിടുന്ന് ബ്രേക്ക് ആകുമ്പോൾ നമുക്ക് എൻട്രി എടുത്താൽ 5367 5359 റേഞ്ചിലോട്ട് വന്നിട്ടുണ്ട്. ഏകദേശം 120 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് ആ ഷെയർ കൊടുക്കുന്നുണ്ടായിരുന്നു. അതിന് ശേഷം നമുക്ക് ഓർബിറ്റ് എക്സ്പോർട്ട് ഓപ്പണിങ്ങിൽ ഇവിടെ നമുക്ക് ക്യാൻഡിൽ കാണാം. CPR ഹൈ നമുക്ക് കാണാം. എൻ്റെ ഹൈ കണ്ടില്ലേ, ഇവിടെയാണ് ഹൈ. അതൊന്ന് ജസ്റ്റ് ഉണ്ട്. ഈ വരയാണ് ഹൈ. ഇവിടെ വന്നു, പക്ഷേങ്കിൽ R1 വന്നു, R2 വന്നില്ല. തിരിച്ച് R1ന് താഴോട്ട് ഇറങ്ങി. നമ്മളപ്പോൾ ഇവിടെ എൻട്രി എടുക്കുക. 238.50 റേഞ്ചിൽ എൻട്രി എടുത്താൽ നമുക്ക് 219 ഏകദേശം 19 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് വൺ സൈഡ് തരുന്നുണ്ട്. അതിനുശേഷം തിരിച്ച് വീണ്ടും പോയി ലാസ്റ്റ് ടൈമിൽ ഹൈ അടിച്ചിട്ട് തിരിച്ച് വീണ്ടും ഇറങ്ങി. ഓക്കെ, അതുപോലെ അടുത്ത ഷെയർ ആയിരുന്നു ബിർളാമണി. നല്ല ചാൻസ് ആയിരുന്നു. ഓപ്പണിങ്ങിൽ R2ന് മുകളിലാണ് ഓപ്പൺ ചെയ്ത്, R3യിലോട്ട് പോകുന്നില്ല. തിരിച്ച് എൻ്റെ ഇവിടെ ഇറങ്ങുന്നത് 233 റേഞ്ചിൽ ഇറങ്ങിയാൽ 221 വരെ, അതായത് 12-13 രൂപ പ്രോഫിറ്റ് അത് തരുന്നുണ്ട്. അതിനുശേഷം തിരിച്ച് വീണ്ടും R2 വന്നു, തിരിച്ച് വീണ്ടും ഇറങ്ങി. അപ്പോൾ അതിനകത്തും മോശമല്ലാത്ത നല്ല പ്രോഫിറ്റ് അത് കൊടുക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം TTL എന്ന് പറയുന്ന ഷെയർ, TTLും ഇവിടെ CPR ഹൈ ചെയ്യുമ്പോൾ ഹൈ കാണാം. ഇതാണ് ഹൈ. കറക്റ്റ് ഹൈയിൽ അടിച്ചു ഇവിടെ ഇറങ്ങി. പക്ഷേ ഇവിടുന്ന് ഒരു എൻട്രി 84-70 റേഞ്ചിൽ ഒരു എൻട്രി കിട്ടിയാൽ 75 ലാസ്റ്റിലോട്ട് വരുമ്പോൾ ഇവിടെ ഒറ്റ അടിക്ക് താഴോട്ട് ലാസ്റ്റ് ക്യാൻഡിൽ പോകുന്നുണ്ടോ 168 വരെ സൂപ്പർ പ്രോഫിറ്റ് അതിനകത്തും കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള ഷെയറിനകത്ത് ഇതുപോലെ തന്നെ ITIക്കകത്ത് നല്ല ചാൻസുകളുണ്ടായിരുന്നു. അതിനുശേഷം നമുക്കിനി നാളത്തേനുള്ള ഷെയറുകൾ നോക്കാം. നാളത്തേനുള്ള ഷെയറുകൾ നമ്മൾ 15 ഷെയർ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് CIE ഇന്ത്യ, ഈ CIE ഇന്ത്യ എന്ന് പറയുന്ന ഷെയർ R1 റേഞ്ചും ഹൈയും അടിച്ചതിന് ശേഷം ഈ 2 ലെവലിൻ്റെ താഴോട്ട് പോയാൽ നമുക്ക് എൻട്രി നല്ലൊരു പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു ഷെയറാണ്. 523 ഇപ്പോൾ 525 പോയിട്ട് 23ക്ക് താഴോട്ട് വരെ നമുക്ക് എൻട്രി എടുക്കാം. പക്ഷേങ്കിൽ 19ൻ്റെ താഴെ പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അസാഹി ഇന്ത്യ എന്ന് പറയുന്ന ഷെയർ ഇത് R1 റേഞ്ച് എന്നോ R2 റേഞ്ച് എന്നോ നമുക്ക് നല്ല ചാൻസ് തരാൻ സാധ്യതയുണ്ട്. മാർക്കറ്റ് ഇച്ചിരി ഫ്ലാറ്റായിട്ട് അല്ലെങ്കിൽ പ്ലസ് ആയിട്ട് ഓപ്പൺ ചെയ്ത് ഈ റേഞ്ചൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. വന്നാൽ നല്ലൊരു ചാൻസ് കിട്ടും. ITI എന്ന് പറയുന്ന ഷെയർ ഇന്നത് വീക്ക്നെസ് കാണിച്ച്, പക്ഷേങ്കിൽ നാളെ ഇത് വീണ്ടും ഈ ഹൈ അടിച്ചിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. ഈ ഹൈയും ഈ R1ന് താഴെ വന്നു കഴിഞ്ഞാൽ വീണ്ടും നല്ല ചാൻസ് ഈ ഷെയറിനകത്ത് കിട്ടും. JVMക്കകത്ത് ചിലപ്പോൾ ഇതിനകത്ത് എനിക്കൊരു ബൈ ചാൻസ് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ എനിക്ക് ഡൗൺ ഓപ്പണിങ് വരണം. ഡൗൺ ഓപ്പണിങ് വന്നാൽ ഈ പിവോട്ട് കണ്ടില്ലേ, സെൻട്രൽ പിവോട്ട് 1700 ഈ ലെവലിന് താഴെ പോയിട്ട് ഈ ഷെയർ തിരിച്ച് കയറുവാണെങ്കിൽ ഇവിടുന്ന് അത് ബൈ ചെയ്യാം. ഈ ഷെയർ ഓപ്പണിങ് ഡൗൺ ആണെങ്കിൽ മാത്രമേ ചെയ്യാവൂ. ത്രിവേണി എന്ന് പറയുന്ന ഷെയർ 500 ലെവലിലോട്ട് വരാനൊരു ചാൻസ് കാണുന്നുണ്ട്. ഇതിൻ്റെ
74. ഇതിനകത്തും ഓപ്പണിങ്ങിൽ ഈ ഷെയർ ഡൗൺ ഓപ്പണിംഗ് വരികയാണെങ്കിൽ ഈ സെൻട്രൽ CPR എന്ന് ചിലപ്പോൾ സപ്പോർട്ട് എടുത്താൽ ചിലപ്പം മുകളിലോട്ട് നല്ല രീതിയിൽ മൂവ്മെൻറ്റ് കിട്ടും. അതല്ല ഓപ്പണിംഗ് ഹൈ ആണെങ്കിൽ നമ്മൾ 500 പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ഇപ്പോൾ 502, 503 പോയിട്ട് 500 കെട്ടുകയാണെങ്കിൽ ഈ ലെവലുകളൊന്നും നോക്കാതെ അവിടെ നമുക്ക് എൻട്രി എടുക്കാം. 509 പോയിട്ട് വരികയാണെങ്കിൽ നല്ല അടിപൊളി ചാൻസ് കിട്ടും. വറോക്ക് എഞ്ചിനീയറിങ്ങിനകത്ത് ഹൈയും R1 ഒക്കെ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് കിട്ടും. R1 പോയാൽ നല്ല ചാൻസ് കിട്ടുമെന്ന് തോന്നുന്നു കണ്ടിട്ട്. നാമിൻ്റെയും ഹൈ അടിച്ചിട്ട് ഇറങ്ങുക, അതല്ലെങ്കിൽ R1 റേഞ്ചിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. DCM ശ്രീരാം ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഈ ഷെയർ ഈ R2 എന്ന ചാൻസ് കിട്ടുവാണെങ്കിൽ നല്ലതാണ്. ഇവിടുന്ന് എടുക്കാൻ കുഴപ്പമില്ല, പക്ഷെ വെച്ചോണ്ടിരിക്കരുത്. കോഡ്സ് കേബിള് ഈ R1 റേഞ്ചിൽ നിന്ന് കിട്ടുവാണെങ്കിൽ നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. 4-5 രൂപ ഈസിയായിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതല്ല 250 പോയിട്ട് 246, ഈ 40 എന്നുള്ള ഈ റേഞ്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ചാൻസ് കിട്ടും. റെയ്മണ്ട് ഈ റേഞ്ച് നോക്കുക, R1 റേഞ്ച്. അതല്ല പ്രീവിയസ് ഡേ ഹൈ അടിച്ചിട്ട് ഇറങ്ങിയാലും ചാൻസ് എടുക്കാൻ കുഴപ്പമില്ല. ഗ്രീൻ പാനൽ ഹൈയും R1 ഒക്കെ അടിച്ചിട്ട് ഇറങ്ങുകയാണെങ്കിൽ നല്ല ചാൻസ്. R1 റേഞ്ചിലൊക്കെ ചാൻസ് കിട്ടാം. R1 419. ഓപ്പണിങ്ങിൽ ഒരു നല്ല മൂവ്മെൻറ്റ് കിട്ടിയാൽ ചിലപ്പോൾ ആ റേഞ്ച് വരാം. MH മഹാലക്ഷ്മി റെപ്ടെക് എന്ന് പറയുന്ന ഈ ഷെയർ ഇതിനകത്ത് ക്വാണ്ടിറ്റി കുറച്ചേ ചെയ്യാം. ഓപ്പണിങ്ങിലൊക്കെ ഹെവി മൂവ്മെൻ്റ് ആയിരിക്കും ഈ ഷെയറിനകത്ത്. അപ്പോൾ ഈ R2 റേഞ്ചോ R1 റേഞ്ചിൽ നിന്നൊക്കെ ചാൻസ് കിട്ടുവാണെങ്കിൽ എടുക്കുക, പക്ഷേ ക്വാണ്ടിറ്റി കുറവായിരിക്കണം. ഗ്രീവ്സ് കോട്ടനകത്ത് എനിക്ക് തോന്നുന്നതാണ് നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഹൈയോ അതല്ല R1 അടിച്ചിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഗ്രീവ്സ് കോട്ടനകത്ത് R1 262 റേഞ്ചാണ്. ഇത് വിജയ് കേഡിയ എന്ന് പറയുന്ന വലിയ ഇൻവെസ്റ്റർ ഇത് വാങ്ങിയതിൻ്റെ ഒരു എഫക്റ്റാണ് ഇന്ന് ഈ 20% കയറിയേക്കുന്നത്. ഓറിയൻറ്റ് ലിമിറ്റഡും അപ്പർ സർക്യൂട്ടാണ്. ഈ R2 പോയിട്ട് ഓപ്പണിങ്ങിൽ ഈ R2 മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. R1 പോയിട്ടാണെങ്കിലും നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഇത് കിട്ടുവാണെങ്കിൽ നല്ല ഒരു മൂവ്മെൻറ്റ് കിട്ടും. യൂണിവേഴ്സ് കേബിൾ ഇതും ഓപ്പണിങ്ങിലൊരു ഹെവി മൂവ്മെൻറ്റിൽ R2 റേഞ്ചിലോട്ട് പോയാൽ നല്ലൊരു ചാൻസ് താഴോട്ട് പ്രതീക്ഷിക്കാം. R1 ആണെങ്കിലും ചാൻസ് എടുക്കുന്നതിന് കുഴപ്പമില്ല. ഓക്കെ, ഇത്രയും ഷെയറുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഷെയർ ഗ്രീവ്സ് കോട്ടനെ, പിന്നെ ഈ ഷെയർ CIE ഇന്ത്യ എന്ന് പറയുന്ന ഈ ഷെയർ ലെവലുകൾ വന്നിറങ്ങുകയാണെങ്കിൽ നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുള്ളതാണ്. ഈ DCM ശ്രീരാമും ഈ ലെവലുകളിൽ നിന്നൊക്കെ നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുള്ള. ITIയും നോക്കുക. ITI ഒന്നുകിൽ ഞാൻ പറഞ്ഞ പോലെ ഈ ഹൈയോ R1 അടിച്ചിട്ട് ഇറങ്ങുവാണെങ്കിലോ, അതല്ല ഈ ആവറേജിന് മുകളിൽ നിൽക്കുന്നില്ല എന്ന് കണ്ടാലും നമുക്ക് ചാൻസ് എടുക്കാം. പക്ഷേ ആ മൂവ്മെൻറ്റ് നോക്കിയാൽ ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.